കർണാടകയിലെ ചിത്രദുർഗയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ബസിന്റെ ഡ്രൈവറും ക്ലീനറും മരിച്ചു. 26 പേർക്ക് പരിക്കേറ്റു. ബനാർഘട്ട റോഡിലെ യൂണിവേഴ്സൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി മുബാറക് ചേരുന്നു. മുബാറക്, വിശദാംശങ്ങൾ. അതിദാരുണമായ ഒരു വാർത്തയാണ്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ബസ് അപകടം കർണാടകയിൽ നടന്നിട്ടുള്ളത്. കർണാടകയിലെ ചിത്രദുർഗയിലാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബസ്സിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 23 മലയാളി വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇവർ ബംഗളൂരുവിലെ തന്നെ ബനാർഘോട്ടയിലുള്ള യൂണിവേഴ്സൽ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇവർ 23 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവർ ഇന്ന് പുലർച്ചെ 5:30 ആയിരുന്നു ഈ ബസ് അപകടം. ഇന്നലെ വൈകിട്ട്, അതായത് ഒരു 7 മണിയോടെ ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ച് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. ഈ അപകടത്തിൽ 2 ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ അതിൻ്റെ ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള 2 ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മരിച്ചവരുടെ വിവരങ്ങൾ ബസ് ഡ്രൈവറായിട്ടുള്ള ഗുരുപ്രസാദ് എന്നയാളാണ്, അതുപോലെ തന്നെ ക്ലീനറായിട്ടുള്ള ശങ്കർ, 2 പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ബസ്സിൽ മുഴുവനായി 53 പേരുണ്ടായിരുന്നു. അതായത് 49 വിദ്യാർത്ഥികളും, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 49 പേരടങ്ങുന്ന സംഘം, കൂടാതെ ഈ ബസ്സിൻ്റെ ഡ്രൈവറും ക്ലീനറുമായിട്ടുള്ള ആളുകൾ, അങ്ങനെ 52 പേരടങ്ങിയ സംഘമായിരുന്നു ഈ പഠനയാത്രയ്ക്കായി, ഒരു വിനോദ പഠനയാത്രയ്ക്കായി ബംഗളൂരുവിൽ നിന്ന് ഗോവയിൽ എത്തിയിരുന്നത്. അവിടെ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. അവർ കർണാടക സ്വദേശികളാണ്. ഈ ബസ്സിലുണ്ടായിരുന്ന, അതായത് ഈ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന 23 മലയാളി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇവരും ആ ബസ്സിലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. ഇവരെല്ലാവരും തന്നെ പ്രദേശത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർക്കാർക്കും പരിക്ക് ഗുരുതരമല്ല. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഗൗതം.